ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഉപ്പും അതുപോലെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെറ്റോളും ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് നോക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഒരിക്കലും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും ഒട്ടും റിലയബിൾ അല്ലാത്ത ഒന്ന് തന്നെയാണ് ഈ മെത്തേഡ്സ് രണ്ടും തന്നെ. പക്ഷെ ഒരുപാട് ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളുണ്ട്. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് ഉപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോൾട്ട് പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഉപ്പ് ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് ഏറ്റവും ആദ്യം ട്രാൻസ്പെറൻറ്റും ക്ലീനുമായിട്ടുള്ള ഒരു കണ്ടെയ്നർ വേണം. ആ ഒരു കണ്ടെയ്നർ നമ്മൾ എടുത്ത് വെക്കുക, നല്ലപോലെ കഴുകി ഉണക്കി നമ്മൾ എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിന് നല്ലൊരു സ്റ്റിക്ക് പോലുള്ളതും നമുക്ക് വേണം. ഈ യൂറിൻ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എപ്പോഴും ഏർലി മോർണിംഗിലെ ഫസ്റ്റ് യൂറിനോ അല്ലെങ്കിൽ മിനിമം 4 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ ഒരു യൂറിൻ സാമ്പിളും ആയിരിക്കും നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത് കേട്ടോ. മാക്സിമം നിങ്ങൾ ഏർലി മോർണിംഗിലെ ഫസ്റ്റത്തെ യൂറിൻ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് മിക്സ് ആയിട്ട് റിസൾട്ട് നമുക്ക് തരുന്നത് HCGയോട് കൂടെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ മിക്സ് ആവുന്ന സമയത്ത് HCGയുടെ അളവ് നമ്മളുടെ ശരീരത്തിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ആ മോർണിംഗ് ടൈമിലാണ്. കാരണം നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുന്നില്ല, അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അളവ് നമുക്ക് ഉണ്ടാവുന്നത് ഏർലി മോർണിംഗ് ടൈമിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് യൂറിൻ സാമ്പിൾ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കണം. കാരണം ആ സമയത്ത് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ HCGയുടെ അളവ് യൂറിനിൽ ഡയല്യൂട്ട് ആയി പോകും. അങ്ങനെ ഡയല്യൂട്ട് ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഈ 2 ഗൈഡ് ലൈൻ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കുക. ദെൻ നല്ലൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് നിങ്ങൾ ആ യൂറിൻ കുറച്ച്, ഇപ്പോൾ HCG ഏറ്റവും ആദ്യത്തെ യൂറിനോ ഏത് യൂറിനാണ് എടുക്കുന്നതെങ്കിലും കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ബാക്കിയുള്ള യൂറിൻ നിങ്ങൾ കളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ അത് സ്റ്റോർ ചെയ്ത് എടുത്തതിന് ശേഷം അതിലോട്ട് നിങ്ങൾ ഒരു 1-2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം അത് നല്ലതുപോലെ നിങ്ങൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് എങ്കിലും മാക്സിമം നിങ്ങൾ വെക്കുക. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ യൂറിനിൽ നിന്നും കുറച്ചൊന്ന് പൊങ്ങി ഒരു വൈറ്റ് കളറിലെ സ്പോട്ട് ഇങ്ങനെ വിസിബിൾ ആകുമെന്നാണ് ആ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് സോൾട്ടിൽ ചെയ്യുമ്പോൾ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെയാണ് അത് പൊങ്ങി വരുന്നതെങ്കിൽ, ഒരു വൈറ്റ് കളറിലെ ഷെയ്ഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നും, അല്ലെങ്കിൽ യൂറിനിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചസും അവിടെ കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം പ്രഗ്നൻസി നെഗറ്റീവ് ആണ് എന്നുമാണ്. ഇനി നമുക്കിതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ. ഏറ്റവും ആദ്യത്തെ കാര്യം, ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് 100% ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. 100% പോയിട്ടൊരു 70% പോലും ഇത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമതായിട്ട്, നമ്മുടെ യൂറിനിൽ പ്രോട്ടീൻ കണ്ടന്റിന്റെ അളവിൽ വരുന്ന വ്യത്യാസം കൊണ്ട് പലപ്പോഴും യൂറിനിൽ പലർക്കും ഇങ്ങനെ ഒരു പത പോലെ വരികയോ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ മേലിൽ സ്പോട്ട് പോലെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് കാരണം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കിട്ടുകയും നിങ്ങളിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിന്റെ യൂറിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പോസിറ്റീവ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഓരോരുത്തരുടെയും യൂറിനിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് വെച്ചിട്ടും ഇത്തരത്തിൽ റിസൾട്ട് നെഗറ്റീവ് ആവുകയും പോസിറ്റീവ് ആവുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പോസിറ്റീവ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്ക് പണച്ചെലവ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യുന്നതുകൊണ്ടും അത് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല. പക്ഷേ ഒരിക്കലും ഈ ഒരു കാര്യം 100% പോസിറ്റീവ് ആണെന്ന് വിചാരിച്ച് ചിലപ്പോൾ നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി നെഗറ്റീവായി പോയി എന്ന് വിചാരിച്ച് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നമുക്ക് പോസിറ്റീവ് കിട്ടാത്തവരുണ്ട്. ചിലർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് കിട്ടും, അതായത് സോൾട്ട് പ്രഗ്നൻസി ചെയ്തിട്ട് പോസിറ്റീവ് കിട്ടും, പക്ഷെ ആക്ച്വലി അവർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ ഒരു റിസൾട്ടിനെ ഇതിനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പീരിയഡ് ഡേറ്റ് മിസ്സാകുന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത് കേട്ടോ. ഇനി ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
ഡെറ്റോളും യൂറിനും എടുക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആയിരിക്കണം. അതായത് 1 ടീസ്പൂൺ ഡെറ്റോൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ 3 ടീസ്പൂണിന് അടുത്തെങ്കിലും, അതിനേക്കാളും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ഒരു റേഞ്ചിലായിരിക്കണം നിങ്ങൾ യൂറിൻ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാർ എടുത്തതിന് ശേഷം അതിലിട്ട് 1 സ്പൂൺ നിങ്ങൾ ഡെറ്റോൾ ഒഴിക്കുക. ദെൻ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യൂറിൻ കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ വെച്ച് അളന്നിട്ട് നമുക്ക് യൂറിൻ ഒഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാത്ത ഒരു സ്പൂൺ എടുത്ത് വെക്കുക. അങ്ങനെ ആയാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു കണക്കിന് ഒരു ലെവലിൽ യൂറിൻ ഡെറ്റോൾ നിന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു 3 പടി ഉയരത്തിൽ യൂറിൻ നിൽക്കുന്ന രീതിക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ദെൻ അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് കുറച്ച് നേരം പയ്യെ അതൊന്ന് ഗ്ലാസ് പയ്യെ ഒന്ന് ചുറ്റിക്കുക. ദെൻ അതൊരു 10 to 15 മിനിറ്റ്സ് വരെയെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഡെറ്റോള് മേളിലത്തെ ഒരു നിലയിലോട്ട് മാറുകയും യൂറിൻ താഴേക്ക് സെപ്പറേറ്റ് ആവുകയും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നാണ്. എന്നാൽ മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല, രണ്ട് മിക്സ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ മാറ്റമൊന്നും നമുക്ക് വിസിബിൾ ആകുന്നില്ല, കളർ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വിസിബിൾ ആകുന്നില്ലെങ്കിൽ അതിനർത്ഥം നെഗറ്റീവ് ആണെന്നാണ് കേട്ടോ. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു താഴേക്ക് ഉണ്ടാകുന്ന യൂറിൻ ട്രാൻസ്പെറന്റ് ആയിട്ട് പോവുകയും മേളിലോട്ട് ഡെറ്റോള് കുറച്ച് അങ്ങോട്ട് വിസിബിൾ ആയ രീതിക്ക് മേളിലോട്ട് കയറുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൈൽഡ് ആയിട്ടുള്ള ഒരു ആന്റിസെപ്റ്റിക് ആണ് നമ്മുടെ ഡെറ്റോൾ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിലുള്ള കെമിക്കൽസ് നമ്മുടെ ആ ഒരു യൂറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് നല്ലതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഏകദേശം 2 പോർഷനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. യൂറിനിൽ നിങ്ങൾ ആ ഒരു പോർഷൻ ഒഴിച്ചു കൊടുക്കുന്നതിന്റെ അളവ് അനുസരിച്ചിട്ടായിരിക്കും അത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ വളരെ കുറച്ചാണ് യൂറിൻ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഒരു പാർട്ടീഷൻ, അതായത് യൂറിനും ഡെറ്റോളും തമ്മിലുള്ള ആ ഒരു പാർട്ടീഷൻ വരുന്നത് ഭയങ്കര കുറവായിരിക്കും. എന്നാൽ യൂറിൻ നമ്മൾ ഇതുപോലെ 1:3 എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു വിസിബിൾ ആയിട്ട് തന്നെ ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഇത് എപ്പോഴാണ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. ഇംപ്ലാന്റേഷൻ അപ്പോൾ നടന്നു കഴിഞ്ഞാലും നമ്മുടെ HCGയുടെ ലെവൽ കൂടുന്നേ ഉണ്ടാവുള്ളൂ. ഡബിൾ ആയിക്കൊണ്ട് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു ഗ്രോത്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹോർമോൺസ് ഒക്കെ നല്ലതുപോലെ ഉണ്ടെങ്കിൽ ഡബിൾ ആകാനായിട്ട് തുടങ്ങും. എന്നിരുന്നാൽ കൂടി തന്നെയും നമ്മുടെ കാർഡിന് ടെസ്റ്റ് ചെയ്യുന്ന ഭാഗത്തിന് നമ്മുടെ ആ ഒരു HCGയുടെ വാല്യൂ യൂറിനിൽ എത്തണമെങ്കിൽ ഡേറ്റ് മിസ്സായിട്ട് ഒരു 5 ദിവസമെങ്കിലും കഴിയണം. അപ്പോൾ ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു എക്സ്പെക്ടഡ് പീരീഡ് ഡേറ്റിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സിംറ്റംസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്, വിസിബിൾ ആയിട്ടുള്ള പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ, അതായത് ഇതിലെ പ്രഗ്നൻസി ലക്ഷണങ്ങളാണെന്ന് നമുക്കറിയാം. അതായത് തലകറക്കം, ഛർദില്, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ കാണുന്ന ദിവസം നിങ്ങൾക്ക് മോർണിംഗിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ എക്സ്പെക്ടഡ് പീരീഡ് ഡേറ്റിന്റെ അന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലാതെ ഭയങ്കര നേരത്തെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 2nd ഡേയോ 3rd ഡേയോ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.